വെളിച്ചം. ആ വെളിച്ചം മറ്റുള്ള ജീവിതങ്ങളിലേക്ക് നിറമുള്ളതാണ്. അങ്ങനെ നിറമുള്ളതാക്കി ചിറക് വെച്ച ജീവിതത്തെ ഒന്ന് തൊട്ടറിഞ്ഞാൽ അമ്മേ, ഞാൻ അമ്മയെ സഹായിക്കട്ടെ? എന്റെ പൊന്നുമോള്, അമ്മയെ സഹായിക്കൊന്നും വേണ്ട. ഞാൻ പോയി പഠിക്കാൻ നോക്കുക. ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും അമ്മ ഇങ്ങനെ ഗ്രാമങ്ങളൊന്നും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് കരച്ചിന് വരുമോ? ഒന്നും വേണ്ട. ഇത് എവിടെ നല്ല കുട്ടിയായി എന്ന് മറന്നാൽ മതി. എന്റെ മോൻ നന്നായി പഠിക്കുക. പപ്പയും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. മോനെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയുന്നത് കേൾക്കാനാ പപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടം. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എത്ര നല്ല കുട്ടിയൊന്നും അല്ല എന്ന് കേട്ടോ. എല്ലാ കുരുത്തക്കേടും ഇത്തിരി കൂടുതലുണ്ടായിരുന്ന ഒരു കുട്ടി. പക്ഷെ എന്റെ ജീവിതത്തിലും നിങ്ങൾ ഈ കാണുന്ന മാറ്റം സംഭവിച്ചത് എങ്ങനെയാണെന്നല്ലേ അന്നത്തെ ആ ഒരു ദിവസം. എന്താ മനുഷ്യ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത്? അവനെവിടെ? എന്റെ മൊബൈൽ അവൻ എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി ഇട്ടേക്കോ? എനിക്കാണെങ്കിൽ ഓഫീസിൽ പോകാൻ സമയമായി. എടാ മോളൂട്ടാ, എടാ എടാ, പപ്പ നിന്നെ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? എപ്പോ? ഞാൻ കേട്ടില്ല. അതെങ്ങനെ കേൾക്കും? രണ്ട് ചെവിക്കകത്തും ഈ കുന്നം കേട്ടി വെച്ചാൽ എങ്ങനെയാണ് കേൾക്കുന്നത്? കണ്ടോ? അവൻ കാണുന്നു. അവന് പോയിന്റ് എനിക്ക് അടുത്ത ലെവല് പോയി. ഇവൻ ശരിയായില്ല. എടാ, എന്റെ മൊബൈൽ എവിടെ? നീ ഇന്നലെ കളിക്കാൻ എടുക്കുന്നത് ഞാൻ കണ്ടതാണ്. എവിടെ കൊണ്ട് ഇട്ടേക്കോളത്? എനിക്കറിയില്ലല്ലേ മോനിട്ടാ. പപ്പയ്ക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എവിടെയാണെന്ന് പറയാ. നീ ഒരുത്തിയെ എവിടെയാണ് വഷളാക്കുന്നത്? പല്ലേറെ സമയത്ത് പല്ലെ തന്നെ വളർത്തണം. അല്ലെങ്കിൽ എനിക്കറിയാം. എന്റെ ജോലി പോയ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നത് നിങ്ങളുടെ ചീത്തവിളി മാത്രമേ ഉള്ളൂ. ഓ, അവൾ തുടങ്ങി. മനുഷ്യന് വീട്ടിലുമില്ല ഓഫീസിലുമില്ല സമാധാനം. എവിടെയെങ്കിലും പോയാൽ മതി നാശപ്പിടിക്കാൻ. ഈ കാണുന്നത് കണ്ടോ? പപ്പ എന്നോട് ദേഷ്യപ്പെടുന്നത്. എന്താ മോനെ നീ ഇങ്ങനെ? ഇവിടെ പപ്പയും മമ്മിയും കൂടി നടക്കുന്ന എല്ലാ വഴക്കുകളും നിന്റെ കാര്യത്തിലാണ്. നീ എന്താ മനസ്സിലാക്കാത്തത്? പപ്പയുടെ മൊബൈലിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ചാർജ് തീർന്നു പോയി. അത് എന്റെ റൂമിൽ നിൽക്കുന്നു. ചാർജ് ഇല്ലാത്ത മൊബൈൽ എന്തിനെ പപ്പയ്ക്ക് കൊടുത്ത് വെറുതെ അടിമേടിക്കുന്നത്? എന്റെ ദൈവമേ, എന്നെ മുട്ടിപ്പായിട്ട് നിന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ? എന്നിട്ട് നീ എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്റെ മോന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തണേ. അമ്മയുടെ ഫോൺ അടിക്കുന്നു. ഹലോ, അതെ, ജോൺസന്റെ ഭാര്യയാണ്. അയ്യോ, എന്ത്? എപ്പോ? അയ്യോ, എന്താ മോനെ? പപ്പയുടെ വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. സീരിയസ് ആയിട്ട് പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നീ വേഗം റെഡിയാണ്. നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. അച്ഛനിരിക്കെ ഞാൻ ജോൺസിനെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. അച്ഛൻ വിളിക്കട്ടെ. പപ്പയുടെ അവസ്ഥ മോനോട്ട് കണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മൂന്നറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യില്ല. അതല്ല കാര്യം. പക്ഷെ വീട്ടിൽ നിന്ന്
ജോലിക്ക് പോകുന്ന പപ്പയ്ക്കും അമ്മയ്ക്കും എന്തൊക്കെ ടെൻഷനുകളാണ്. നമുക്കറിയില്ലല്ലോ അതൊന്നും. അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, നിങ്ങളുടെ കുട്ടിയുടെ ആവശ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ